വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചെങ്കിലും പരാതി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന് തന്നെ അറിയാം താൻ അടിച്ച ഒരു ഉണ്ടയില്ല വെടിയാണെന്ന്. പക്ഷെ അത് കേട്ട് ഒരു വ്യക്തി ഹർജി നൽകി, പൊതുതാൽപര്യ ഹർജി നൽകി. അതിനെതിരെ കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഹർജിയുമായി വന്ന അയാൾക്ക് ഒരു സമ്മാനമായി പിഴയും നൽകിയിട്ടുണ്ടല്ലേ. മദ്രാസ് ഹൈക്കോടതിയാണ് ഈ ഹർജിക്കാരന് 1 ലക്ഷം രൂപ പിഴ അടിച്ചു കൊടുത്തത്. 1 ലക്ഷം രൂപ കുറവാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്ക് കേട്ട് ഇറങ്ങുന്ന ആൾക്ക് ഇതിനേക്കാൾ വലിയ നഷ്ടങ്ങൾ വരേണ്ടതാണ്. ഈ സത്യത്തിൽ ഇത് എത്ര ബാലിശമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന്, യാതൊരു കഴമ്പുമില്ലാത്ത പ്രഥമ ദൃഷ്ടിയ ഒരു തെളിവും ഹാജരാക്കാത്ത ഒരു ആരോപണം. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്. ശരിയാണ്, വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. കാരണം നാളെ വോട്ടെടുപ്പ് നടക്കുന്നു, ഇന്ന് ഒരു വോട്ടർ മരിച്ചു പോകുന്നു, ആ ആളിന്റെ പേര് വോട്ടർ പട്ടികയിൽ കാണില്ലേ? അതെങ്ങനെ നീക്കം ചെയ്യാൻ സാധിക്കും? ഇത് ഡോക്യുമെന്റ് പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് ആണ്. നമുക്ക് കമ്പ്യൂട്ടറിൽ സോഫ്റ്റ് കോപ്പി തിരുത്താം, പക്ഷെ ഹാർഡ് കോപ്പിയിൽ നമുക്ക് ആകെ ചെയ്യാവുന്നത് ആ പേരങ്ങ് വെട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ആ പേരവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരണം ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഇവിടെ രാഹുൽ ഈ ഇരട്ട വോട്ടുകൾ, അതുപോലെ വ്യാജ വോട്ടർമാർ, ഇതെല്ലാം കടന്നുകൂടും ഇതിനകത്ത്. അത് സമർത്ഥമായിട്ട് കണ്ടെത്തി ഇല്ലായ്മ ചെയ്ത് അങ്ങനെയുള്ളവരുടെ വോട്ട് തടയേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെയും കൂടി ജോലിയാണ്, അല്ലേ? അതിന് പകരം ഇങ്ങനെ ഇതൊരു വലിയ സംഭവമാണ്, ഇതിലൂടെയാണ് നരേന്ദ്രമോദി ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടയില്ല വെടി പൊട്ടിച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നപ്പോൾ തന്നെ ശരിക്കും 24 മണിക്കൂർ പോലും ആ ആരോപണത്തിന് ആയുസ് ഉണ്ടായില്ല. വലിയ പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ നടത്തി നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒട്ടനവധി, കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഒന്നടങ്കം മലയാള മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയെ പൊക്കിക്കൊണ്ട് നടന്നു. ഇത് വലിയ പ്രചാരം കൊടുത്തു. BJP സർക്കാർ ഇപ്പം മൂട്ടിൽ വീഴും, ഡൽഹി കത്തും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞു നടന്നത്. എന്തു പറ്റി? 24 മണിക്കൂർ പോലും അതിന് ആയുസ് ഉണ്ടായില്ല. മണിക്കൂറുകൾക്കുള്ളിൽ അത് ചത്തൊടുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഒരാൾ മദ്രാസ് ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് പൊതുതാൽപര്യ ഹർജിയുമായിട്ട്. ഈ രാഹുലിന്റെ ആരോപണത്തെക്കുറിച്ച് വ്യക്തത വരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശം നൽകണം. ആര് നിർദ്ദേശം നൽകണം? കോടതി നിർദ്ദേശം നൽകണം എന്നും പറഞ്ഞു പോയതാണ്. ഇത് കോടതി ഇക്കാര്യത്തിൽ ആദ്യമേ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഈ ആരോപണത്തിൽ വ്യക്തതയില്ല. ഈ ആരോപണത്തിൽ വ്യക്തതയുണ്ട്, തെളിവുകൾ കൃത്യമാണെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ പോകുമായിരുന്നല്ലോ പരാതി. അതെ, എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറഞ്ഞു നിങ്ങൾ പരാതിയുമായി വരും. അതെ, വളരെ ലളിതമാണ്. നിങ്ങൾ പരാതി കൊടുക്കൂ, സത്യവാങ്മൂലം കൊടുക്കൂ, അത് കൃത്യമായിട്ട് നടപടി ഉണ്ടായിരിക്കും, ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഇത് പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറയുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നമുക്ക് ഒരു സംവിധാനമുണ്ട്, ആ സംവിധാനത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കേട്ട ഉടനെ കാള പറ്റുമെന്ന് കേട്ട് കയറെടുക്കുന്ന പോലെ ഒരു സംവിധാനമല്ല അത്. അവിടെ ശരി, തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു, വോട്ടർ പട്ടികയിൽ കുഴപ്പങ്ങളുണ്ട്, നിങ്ങൾ തെളിവ് സഹിതം സത്യവാങ്മൂലം കൊടുക്കൂ, ഞങ്ങൾ നടപടിയെടുക്കാം. ആരാണോ ജയിച്ചിരിക്കുന്നത്, ഏത് മണ്ഡലത്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ആക്ഷേപമുള്ളത്, അവിടുത്തെ വിജയിയെ, ആ വിജയത്തെ അസാധുവാക്കാം. അതിനൊക്കെ വകുപ്പുണ്ടെന്നേ. അതിനെല്ലാം ചട്ടങ്ങളും വകുപ്പും നിയമവും ഉണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ഏത് കാലത്തും അത് ചോദ്യം ചെയ്യാം, കോടതി പോവാൻ നമുക്ക്. ഇതൊന്നും ഇല്ലാതെ കുറെ ഉണ്ടയില്ല വെടി പൊട്ടിച്ചേച്ച് അത് ഏറ്റുപിടിക്കാൻ കുറെ വിവരം കെട്ട ആൾക്കാർ അങ്ങനെ അത് ഏറ്റുപിടിച്ച് കോടതിയിൽ പോയി. മദ്രാസ് ഹൈക്കോടതിയെ നോക്കിയിട്ട് കോടതി ആദ്യം പറഞ്ഞത് ഇത് വെറും രാഷ്ട്രീയ ആരോപണമാണ്. ഈ രാഷ്ട്രീയ ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ കഴമ്പില്ലെന്ന് വ്യക്തമാണ്. കാരണം തെളിവുകളൊന്നും സമർപ്പിച്ചിട്ടില്ല. എവിടെ തെളിവ്? എവിടെ? കോടതിക്ക് ഒരു ഹർജി ഫയലിൽ സ്വീകരിക്കണമെങ്കിൽ തന്നെ അത് രജിസ്ട്രാർ അടുക്കൽ പോയി നമ്പരിട്ട് ബെഞ്ചിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കോടതി ആദ്യം നോക്കുന്നത് ആ കേസിന്റെ മെറിറ്റാണ്. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ ഈ കൊടുക്കുന്ന ആളിന് അർഹതയുണ്ടോ? ഇയാൾ അതിന് അധികാരിയാണോ? ചുമ്മാ വെറുതെ ചെന്ന് ആർക്കും കയറി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നമ്മുടെ സാധാരണ കോടതികളും ജില്ലാ കോടതികളിലും ഒക്കെ ചെന്ന് കയറി അങ്ങ് മേയാനുള്ള സ്ഥലങ്ങളല്ല. വളരെ പവിത്രമായി, വളരെ ഗൗരവത്തോടുകൂടി, അങ്ങേയറ്റത്തെ ആദരവോടുകൂടിയാണ് നമ്മൾ കോടതികളെ കാണുന്നത്.
അവിടുത്തെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. കോടതിയിൽ ഒരു അപശബ്ദം പോലും ഉയരില്ല. ഉയർന്നാൽ അത് കോടതിക്ക് നിയന്ത്രിക്കാൻ അറിയാം, അത് കോടതി അതിൽ ഇടപെടും. ഇവിടെ ചുമ്മാ ഉണ്ടയില്ല വെടി പൊട്ടിച്ചേച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ പോയിരിക്കുക. എന്താ, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശം കൊടുക്കണോ? രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഹർജിക്ക് ഒരു വിലയുണ്ട്. കാരണം ഇയാൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് ഈ സത്യവാങ്മൂലം സമർപ്പിക്കുന്നില്ല, തെളിവുകൾ ഹാജരാക്കുന്നില്ല. ദയവ് ഇത് നാട് മുഴുവനും ഇതിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടക്കുകയാണ്. ഇത് നമ്മുടെ വോട്ടിംഗ് സമ്പ്രദായത്തെ, നമ്മുടെ പോളിംഗ് സമ്പ്രദായത്തെ, നമ്മുടെ ജനാധിപത്യത്തെ ഒക്കെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പരിഹാസം, നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് ലോകത്തിന്റെ മുന്നിൽ ഒരു പരിഹാസം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നടപടിക്ക് വ്യക്തത വരുത്തണം, അദ്ദേഹത്തിനോട് നിർദ്ദേശം കൊടുക്കണം, തെളിവ് ഹാജരാക്കാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗൗരവം ഉണ്ടായേനെ ആ ഹർജിക്ക്. ഇതെന്താ, ആരോ എവിടെ ഇരുന്ന് ഏതോ ഒരു വെടി പൊട്ടിച്ചു, ഇപ്പുറത്ത് എന്തോ സംഭവിച്ചു, അതിനെക്കുറിച്ച് കോടതി ഇടപെടണം എന്നും പറഞ്ഞാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ കോടതി പറഞ്ഞു ഒരു കാരണവശാലും ഇങ്ങനൊരു ഹർജി അനുവദിക്കാൻ സാധിക്കില്ല, ഇത് ഹർജി തള്ളുകയാണ്. എന്ന് മാത്രമല്ല, ഇത്രയും അപക്വമായ വ്യക്തതയില്ലാത്ത ഒരു ഹർജി സമർപ്പിച്ച് കോടതിയുടെ സമയം വെറുതെ കളഞ്ഞതിന് ഹർജിക്കാരന് 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. അത് 1 ലക്ഷം രൂപ പിഴയിൽ നിന്നത് ഭാഗ്യം. അയാളെ പിന്നെ പിടിച്ച് 1 ദിവസത്തെ തടവിന് ശിക്ഷിച്ചിരുന്നെങ്കിലോ കോടതി നാണം കെടില്ലേ. ഇത് വളരെ ആസൂത്രിതമായിട്ട് ആരൊക്കെയോ ചേർന്ന് ചെയ്യുന്നതാണെന്ന് വ്യക്തം. അതായത് രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിച്ചു, അതിന്മേൽ പരാതി കൊടുക്കാൻ തയ്യാറല്ല, തെളിവുകൾ കൈമാറാൻ തയ്യാറല്ല, സത്യവാങ്മൂലം നൽകാൻ തയ്യാറല്ല. ഞാൻ തെളിവുകളെല്ലാം മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചു. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തെളിവുകളല്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച്, നമ്മുടെ ഈ പറയുന്ന എവിഡൻസ് ആക്ട് അനുസരിച്ച് നമ്മൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ തെളിവുകളല്ല. നമ്മുടെ സിനിമകൾ തന്നെ, എത്രയോ സിനിമകളിൽ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം വന്നിട്ടുണ്ട് പുറത്ത്. നമ്മുടെ ഈ ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമാണ്, രാഹുൽ ഗാന്ധിക്ക് ഉപദേശം കൊടുക്കുന്നവരുടെ പ്രശ്നം. രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ കാളപറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന ആളാണ്. 2, അദ്ദേഹത്തെ ഉപദേശിക്കുന്നവർക്ക് എങ്ങനെയും ഈ നരേന്ദ്രമോദി ആ പ്രധാനമന്ത്രി കസേരയെന്ന് വലിച്ച് താഴെ ഇറക്കിയിട്ട് രാഹുലിനെ അവിടെ ഒന്ന് ഇരുത്താം. അത് രാഹുലിനെ ഉപദേശിക്കുന്നവർ മാത്രമല്ല, രാഹുലിനെ നയിക്കുന്നവരും, രാഹുലിന് വേണ്ടി സമ്പത്ത് ഒഴുക്കുന്നവരും, രാഹുലിന് വേണ്ടി പണിയെടുക്കുന്നവരും ഒക്കെ താല്പര്യം അതാണ്. കാരണം മോദി അവിടെ ഇരുന്ന് അവരുടെ താല്പര്യങ്ങൾ നടക്കില്ല, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇന്ത്യയെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ ലോകത്തിന്റെ തന്നെ ക്രമം മാറ്റിമറിക്കാൻ കഴിയുന്നൊരു നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആ കസേരയിൽ നിന്ന് വലിച്ച് താഴെ ഇടുക എന്നാണ്. അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്താൽ, ഒന്നാമത് ടൈറ്റ് സെക്യൂരിറ്റിയാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും അപകടപ്പെടുത്താൻ സാധിക്കില്ല. ഇനി അപകടപ്പെടുത്തിയാൽ തന്നെ ഈ രാജ്യം നിന്ന് കത്തും. ആ ചൂടില് ഇവരെല്ലാം ഈയാമ്പാറ്റകളെ പോലെ കരിഞ്ഞു പോകും. ഈ പറയുന്ന ഈ ആൾക്കാരൊക്കെ, ഇന്ന് നരേന്ദ്രമോദിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഈയാമ്പാറ്റകൾ എങ്ങനെയാണോ ഇതിന്റെ അടുത്ത് വന്നാൽ കരിഞ്ഞു പോകുന്നത്, അതുപോലെ അഗ്നിയുടെ അടുത്ത് വന്നാൽ കരിഞ്ഞു പോകുന്നത്, അതുപോലെ ഇവരെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ആ അബദ്ധത്തിനൊന്നും അവരാരും നിൽക്കില്ല. അതിന് പകരം ഇങ്ങനെ അനാവശ്യമായിട്ട് ഓരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആറ്റം ബോംബുണ്ട്, ഹൈഡ്രജൻ ബോംബുണ്ട്, വാട്ടർ ബോംബുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കാൻ കോടതിക്ക് പറ്റില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് പൊതുതാൽപര്യ ഹർജി എടുത്ത് ചെവിക്ക് പിടിച്ച് ദൂരെ ഒരു ഏറും കൊടുത്തിട്ട് ഹർജിയുമായിട്ട് വന്നയാളിന് 1 ലക്ഷം രൂപ പിഴയോ അടിച്ചു കൊടുത്തത്. ഇത് സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് അടിച്ചു കൊടുക്കേണ്ട പിഴയാണ്. പിന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് ആ കേസിനകത്ത് ഇടപെടാത്തത് കൊണ്ട് രാഹുലിന് കിട്ടിയില്ല, രാഹുൽ പറഞ്ഞയച്ച ആളിന് കിട്ടിയെന്ന് കരുതാം. ഈ ആള് ഹർജിക്കാരൻ ആരാണെന്നോ എന്താണെന്നോ വ്യക്തമല്ല. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത് സംബന്ധിച്ച് വാർത്ത വന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും മാധ്യമങ്ങൾ കള്ളവാർത്ത കൊടുക്കില്ലല്ലോ, മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്തയും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അനാവശ്യമായി കോടതിയുടെ സമയം പാഴാക്കരുത്. അത് രാഹുലായാലും ആരായാലും എന്തിൻ്റെ പേരിലായാലും കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളുമായിട്ട്, ഗൗരവമുള്ള വിഷയങ്ങളുമായിട്ട് കോടതിയെ സമീപിക്കാൻ നീതി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കോടതിയിലേക്ക് വന്നു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി കൊടുത്തു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കുന്നില്ല. ഇന്ത്യ ഗവൺമെന്റിന് പരാതി കൊടുത്തു, അന്വേഷിക്കുന്നില്ല. മറ്റ് ഏജൻസികൾക്ക് കൊടുത്തു, അന്വേഷിക്കുന്നില്ല. ശരി, ഞങ്ങൾക്ക് കോടതി വന്നു, ഹൈക്കോടതിയിൽ വന്ന് ഇതിനെക്കുറിച്ച് CBI അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെടാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം കൊടുക്കണം എന്നാവശ്യപ്പെടാം.
അതൊന്നും ചെയ്യാതെ നേരിട്ട് കോടതിയിലേക്ക് വന്ന് ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുകയാണ്. അതൊന്നും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് നിൽക്കില്ല എന്ന് വ്യക്തമാണ്. മറ്റൊന്നുമല്ല കോടതി ചെയ്തത്, അനാവശ്യമായി കോടതിയുടെ സമയം പാഴാക്കിയതിന് നല്ലൊരു കൊട്ടും കൊടുത്തു, 1 ലക്ഷം രൂപ പിഴയടിച്ചു.